നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ അവിടെ ബാങ്കിന്റെ മുൻപിൽ കാത്തു നിർത്തിയതിന് ഞാൻ എനിക്ക് തന്നെ മാപ്പ് കൊടുക്കില്ല. അങ്ങനെ കാത്തു നിന്നോണ്ട് എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പക്ഷേ നിന്റെ വലിയ സ്വപ്നം തകർന്നു പോയില്ല എനിക്ക് വിഷമം. ആ സ്വപ്നം ഞാൻ കൈവിട്ടിട്ടൊന്നുമില്ല പ്രിയ. നിന്നെ പോലൊരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കുള്ളതുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ ആ സ്വപ്നം ഞാൻ സത്യമാക്കും. ആക്കിയേ പറ്റൂ എനിക്ക്. ഓൾ ദി ബെസ്റ്റ് ആദ്ര. നിന്നെ ഒന്ന് കാണണം പ്രിയ. ചിലത് നേരിട്ട് പറയാനുണ്ട്. നമുക്ക് നാളെ പുറത്തു വെച്ച് കാണാം. ഓക്കെ, നാളെ കാണാം. ശരി. ഗോപികേ, ഗോകുലേ, ഇങ്ങ് വന്നേ. ഗോകുലേ, ഗോപികേ. നിങ്ങൾക്കല്ലേ ആഹാരം എടുത്തു വെച്ചിരിക്കുന്നേ, വന്ന് കഴിക്കേ. ഞങ്ങൾക്ക് ആഹാരം വേണ്ട. എന്താ രണ്ടാളും ഇന്ന് അത്താഴപ്പട്ടിണി കിടക്കാൻ തീരുമാനിച്ചോ? അതോ നിരാഹാര സത്യാഗ്രഹോ? എനിക്ക് തീരെ വിശപ്പില്ല. എനിക്കും വിശപ്പില്ല. മര്യാദയ്ക്ക് വന്നിരുന്ന് കഴിച്ചോ. ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ വലിച്ചെറിയാനല്ല, നിങ്ങക്ക് കഴിക്കാനാ. വിശക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ അമ്മ ഞങ്ങൾ എങ്ങനെ നിർബന്ധിക്കുന്നേ? ഇന്നിപ്പോ പെട്ടെന്ന് വിശപ്പൊക്കെ കെട്ടുപോവാൻ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പറ്റിയതേ അമ്മയ്ക്ക് തന്നെയാ. ഇന്നിവിടെ നടന്ന കോലാഹലങ്ങൾക്കൊന്നും കാരണക്കാരൻ ഞങ്ങളല്ലല്ലോ. ഓഹോ, സത്യാഗ്രഹം തന്നെ. അപ്പൊ അതങ്ങ് പറഞ്ഞാ പോരെ. വെറുതെ വിശപ്പില്ലാന്നൊക്കെ നുണ പറയണോ? എന്താണ് സത്യാഗ്രഹത്തിന് കാരണം? അതും കൂടി പറ. രണ്ടാളും വാശി പിടിക്കല്ലേ. ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ നിങ്ങള്, ആണോ? ആഹാരം കഴിക്കേ. ഇങ്ങനെ നിർബന്ധിക്കില്ലേ ചേച്ചി. ആഹാരം എന്തെങ്കിലും വായിൽ കിട്ടാ അത് താഴോട്ട് ഇറങ്ങണ്ടേ? ഛർദിക്കാനാ തോന്നുക. അങ്ങനെ ഛർദിക്കുമെന്ന് ഞാനും നോക്കട്ടെ. എന്താ വേണ്ടതെന്ന് അപ്പൊ ഞാൻ പറയാം. ഇരിക്കേ. ചേച്ചിക്ക് വേണ്ടി കഴിക്കാം. ചേച്ചിയും ഇരിക്ക്. ഇല്ല, ഞാൻ അച്ഛൻ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. എന്നാ പിന്നെ ഞങ്ങളും അച്ഛൻ വന്നിട്ട് കഴിച്ചോളാം. ഹാ, ഇരുന്ന് കഴിക്കാനല്ലേ പറഞ്ഞേ. അമ്മേ, ഇനി നിനക്കെന്താ എന്നെ കൊണ്ട് വേണ്ടത്? അമ്മേ, ആധാരം ബാങ്കിൽ ഈടുവെക്കാൻ തരില്ല എന്ന് അമ്മ ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞതാ എല്ലാവർക്കും വിഷമായത്. നീ വലിയ വർത്താനം പറയാതെ മിണ്ടാ നിക്കടി. ലാസ്റ്റ് മിനിറ്റ് പറയാതെ നേരത്തെ എന്നെ പറഞ്ഞാ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തൊന്നും അല്ല. എന്നെ അങ്ങനെ മഹാമണ്ടിയാക്കാൻ നോക്കണ്ട. അമ്മേ, ആവശ്യത്തിന് ഉപകരിക്കാതെ ആ സ്ഥലം ഇങ്ങനെ കിടക്കുന്നതിൽ എന്താ അർത്ഥം? ആത്മാർത്ഥമായി അധ്വാനിച്ച അതിനേക്കാളും വലിയ സ്ഥലം നമുക്ക് വാങ്ങാലോ. വാങ്ങിക്കോ. ആര് പറഞ്ഞു വേണ്ടാന്ന്? വാങ്ങിയിട്ട് അതിന്റെ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് സൂപ്പർ മാർക്കറ്റോ എന്താന്ന് വെച്ചാ തുടങ്ങിക്കോ. ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ലമ്മേ, ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആധാരം, ലോൺ, സൂപ്പർ മാർക്കറ്റ് ഇതിനൊക്കെ അപ്പുറം മറ്റൊരു കാര്യമുണ്ടമ്മേ. അമ്മയുടെ സ്നേഹം. അതുണ്ടാവണം ഞങ്ങൾക്ക് എപ്പോഴും. അതില്ലാതായ എല്ലാം തകർന്നു പോവും. എല്ലാം. ആതിരേ, ഇവളെ തൊട്ടാൽ നിന്റെ കൈകൾ കൂടെ അശുദ്ധമാവും. വിട്ടു നിൽക്ക്. 10 അടിയെങ്കിലും ദൂരത്ത് വിട്ടു നിൽക്കണം. ഇവളുടെ നിഴലിനെ പോലും നീ തീണ്ടരുത്. പ്ലീസ് അച്ഛാ, ഇങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? ഇതൊക്കെ കേൾക്കുമ്പോ അമ്മയുടെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും അച്ഛൻ ആലോചിച്ചോ? ഇവക്ക് മാത്രമേ മനസ്സുള്ളൂ. ബാക്കിയുള്ളവരുടെ മനസ്സിന്റെ കാര്യം ഇവിടെ ആലോചിച്ചോ? മനസ്സിന്റെ എന്ത് കാര്യം ആലോചിച്ച ശിവേട്ടൻ ഈ പറയുന്നേ? നിന്നോട് ഞാൻ ചോദിച്ചോ? വായും മൂടി മിണ്ടാതെ അവിടെ നിന്നോണം. ഇങ്ങനെ ദേഷ്യപ്പെടല്ല അച്ഛാ. ചെന്ന് കൈയും കാലും കഴുകിട്ട് വാ. ആഹാരം കഴിക്കാം. വേണ്ട, ഇവളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒന്നും എനിക്ക് വേണ്ട. വിശ്വസിച്ച് എങ്ങനെ കഴിക്കും? ആഹാരത്തില് വിഷം കലർത്തി വെച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാനാ? എന്താ പറഞ്ഞത്? എന്താ ശിവേട്ടൻ ഇപ്പൊ പറഞ്ഞത്? തെളിച്ചു പറ. പറയാം, തെളിച്ച് തന്നെ പറയാം. ഞങ്ങളെയൊക്കെ കൊല്ലാൻ പോലും മടിയില്ലാത്ത മനസ്സാ നിന്റേത്. അമ്മേ, അമ്മ വിഷമിക്കണ്ട. അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാവും. അമ്മയ്ക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പോയി അച്ഛനെ സമാധാനിപ്പിച്ച് കൂട്ടിയിട്ട് വരാം.
അച്ഛ എന്തിനാ അച്ഛ അമ്മയോട് ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കുന്നത്? എത്രയ്ക്ക്? ഹ, എന്തൊക്കെയാ അച്ഛൻ അമ്മയോട് വിളിച്ചു പറഞ്ഞത്? മോളെ, ആർക്കായാലും മനസ്സിൽ ദേഷ്യം തിളച്ചു വരുമ്പോ രണ്ട് വിധത്തിലായിരിക്കും അത് പുറത്തു വരിക. ഒന്ന് വാക്കുകളിലൂടെ, മറ്റൊന്ന് പ്രവൃത്തിയിലൂടെ. ഇതിപ്പോ വാക്കുകളിലൂടെ വന്നത് അവളുടെ ഭാഗ്യം. അല്ലെങ്കിൽ കഴുത്തി ചോര ഒലിപ്പിച്ച് അവൾ ഇവിടെ കിടക്കുമായിരുന്നു. ഹ, ഇങ്ങനെയൊന്നും പറയല്ല അച്ഛ. ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും മോളെ. അതിനേക്കാൾ ഭേദം ഇതല്ലേ? ആധാരം മാറ്റി കൊടുക്കുന്നതുവരെ എന്തൊക്കെയാ അവൾ പറഞ്ഞത്? നാവിൽ തേൻ പുരട്ടിയിട്ടുള്ള വാക്കുകളല്ലേ. അത് കൈ കെട്ടിയപ്പോ വിഷം തുപ്പാൻ തുടങ്ങി. കൊടും വിഷം, കാളകൂട വിഷം. ഹ, ഒരു കാര്യത്തിൽ അച്ഛന് സമാധാനിച്ചൂടെ? ആ സ്ഥലം അന്യാധീനപ്പെട്ടു പോയിട്ടൊന്നുമില്ലല്ലോ. അമ്മയുടെ പേരിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും അമ്മ അത് ഗോകുലിനോ ഗോപിക്കോ കൊടുക്കുമായിരിക്കും. ഹ, അവരും അന്യരല്ലല്ലോ, അച്ഛന്റെ മക്കള് തന്നെയല്ലേ. അതൊക്കെ ശരി തന്നെയാ. അതവള് നേരത്തെ പറഞ്ഞില്ലല്ലോ. അതാണ് ദുഷ്ടമനസ്. അങ്ങനെ ദുഷ്ടമനസ്സിന് മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു മനുഷ്യനല്ലേ, രക്തവും മാംസവും ഉള്ള മനുഷ്യൻ, അല്ലാതെ കല്ലും മരവും ഒന്നും അല്ലല്ലോ. ശരിയാണച്ചാ, അച്ഛന്റെ ശരീരവും മനസ്സും കല്ലല്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മാപ്പ് കൊടുക്കാനും അച്ഛനെ കൊണ്ട് കഴിയും. താണ് കൊടുക്കുന്തോറും തലയിൽ കയറി കൊത്തുന്നവരോട് ക്ഷമിച്ചാൽ അവര് നമ്മുടെ അവസാനം കണ്ടിട്ടേ നിർത്തൂ. അത് മനസ്സിലാക്കുമോള്. ശത്രു പുറത്താണ് നിൽക്കുന്നതെങ്കിൽ വീടിനകത്ത് കയറി രക്ഷപ്പെടാം. അകത്ത് തന്നെയാണെങ്കിലോ ഒന്നുകിൽ ചവിട്ടി പുറത്താക്കണം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണം. അച്ഛാ, മോളെ, ഒരു വാതിൽ അടയുമ്പോ വേറെ 7 വാതിലുകൾ തുറക്കുമെന്നല്ലേ? അതിലൊരു വാതിൽ ഇന്ന് തുറന്നു. എന്നുവെച്ചാ? എന്റെ പഴയ കൂട്ടുകാരൻ രാജശേഖരൻ കടയിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ ഞാൻ ഇവിടുന്ന് പോയത്. കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരാ ഞങ്ങള്. മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് അവൻ വന്നത് ഒരു കാര്യം ചോദിക്കാനാണ്. ഈ സൗഹൃദം നമുക്ക് ബന്ധുത്വമാക്കി കൂടെ ശിവദാസ എന്നവൻ എന്നോടൊരു ചോദ്യം. എനിക്ക് മനസ്സിലായില്ല അച്ഛാ. ശിവദാസന്റെ മകൾ ആതിരയെ എന്റെ മകന് തന്നൂടെ എന്നവൻ എന്നോട് ചോദിച്ചു.